പ്രിയങ്കയെ മോൾക്ക് എങ്ങനെയാ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നേ? എന്തൊക്കെ ക്രൂരതകൾ ചെയ്തിട്ടുണ്ട് നിന്നോട്, എത്ര വട്ടം ചതിച്ചിട്ടുണ്ട്. എന്റെ അനിയത്തിയല്ലേ മാഡം, അവളെ എന്ത് തെറ്റ് ചെയ്താലും ഞാനതൊക്കെ ക്ഷമിക്കും. കാരണം എന്താണെന്നറിയോ? ദൈവനാരായണൻ തിരുമേനിയുടെയും ഭാര്യയുടെയും സ്നേഹം അവൾക്ക് മാത്രം കിട്ടേണ്ടതായിരുന്നില്ലേ? എന്നിട്ട് ഞാനും അതിലൊരു പങ്ക് പറ്റിയതല്ലേ? ഞാനാരാ? സ്വന്തം അച്ഛനും അമ്മയ്ക്കും വേണ്ടാന്ന് തോന്നിയ കുട്ടിയല്ലേ? അവര് എന്നെ വേണ്ടെന്ന് വെച്ച് വലിച്ചെറിഞ്ഞില്ലേ? ചിലപ്പോ തെരുവിൽ കിടന്ന് ഉറുമ്പരിച്ചോ ശ്വാസം മുട്ടിയൊക്കെ ഞാൻ ചത്തുപോവായിരുന്നില്ലേ? പക്ഷെ ആ അച്ഛനല്ലേ എന്നെ കണ്ടെടുത്ത് എന്നെ ജീവിപ്പിച്ചേ. ആ അച്ഛനോടും അമ്മയോടും കുടുംബത്തിനോടും ആ നന്ദി എനിക്ക് കാണിക്കാതിരിക്കാൻ പറ്റുമോ? പ്രിയയോട് ഞാൻ ക്ഷമിക്കുന്നത് ആ കാരണം കൊണ്ട് തന്നെയാ. അവൾ എന്നെ കള്ളിയാക്കിയാലും കൊല്ലാൻ നോക്കിയാലും ഞാൻ ക്ഷമിക്കും. അവൾ ചിരിച്ചെന്റെ അടുത്ത് വരുമ്പോ ഞാനത് വിശ്വസിക്കുകയും ചെയ്യും. അക്കാര്യത്തില് നിങ്ങൾ അമ്മയും മോളും ഒരുപോലാണല്ലോ. അമ്മയും മോളെയും പോലെയാണല്ലോ ഫിദയുടെ ആദികയും. അതാ ഞാൻ പറഞ്ഞ. മോളെ, ചെറിയ പ്രായത്തില് ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അങ്ങനെ ഒരുപാട് അപകടങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. ഈ നിന്റെ അച്ഛനോടും അമ്മയോടും കാണിക്കുന്ന കടപ്പാടിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷേ പ്രിയങ്കയുടെ കാര്യത്തില് ഒരു പ്രത്യേക ശ്രദ്ധ വേണം. പ്രിയങ്കയുടെ എന്നല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആരെങ്കിലും മോളുടെ മുന്നിൽ വന്നെന്നിരിക്കട്ടെ, ഒറ്റ കാര്യം മോള് ചെയ്താൽ മതി. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് 3 or 4 വട്ടം അതിനെക്കുറിച്ച് ആലോചിക്കണം. എന്നിട്ട് അത് ശരിയാണെന്ന് മനസ്സിൽ പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് ചെയ്യാവൂ. കേട്ടോ? ശരി മാഡം. പിന്നെ മോള് പ്രിയങ്കയെ കൂട്ടി വന്നതിൽ എനിക്ക് ദേഷ്യമൊന്നുമില്ല കേട്ടോ. മോള് പറഞ്ഞതുകൊണ്ട് അവക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടുമെന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം. എനിക്കറിയായിരുന്നു മാഡം ഇങ്ങനെ പറയുള്ളൂ എന്ന്. ഞാനല്ലാതെ പിന്നെ ആരാ മോളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാൻ? കഴിക്കേ.